ഹായ് ഗായ്സ്, ഞങ്ങൾ വയലിൽ പോവാ. അശ്വിനിന്റെ അടുത്ത് അന്നമ്മ 2 പഴം കത്തി പോലെ പിടിച്ചിട്ട് വരുന്നത്. അശ്വിനി എന്ത് അവള് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അവള് പണ്ട് ഞങ്ങൾ പാറക്കടവ് ഈ കേട്ടന്നമ്മ ഇത് കാർക്ക എന്റെ പേരക്കന്മാരൊക്കെ ഉണ്ട് ഇവിടെ, പക്ഷെ പേരക്കില്ല. അവള് ഇടയ്ക്കിടയ്ക്ക് നല്ലോണം തള്ളും. അത് നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കേണ്ടി വരും. കാണുന്ന മലയില്ലേ, ആ മലയാണ് എടക്കൽ ഗുഹ കേട്ടോ. എടക്കൽ ഗുഹ നമുക്ക് ഇടുന്നതാണ്. ഇന്ന് നമ്മൾ പോകുന്ന അണക്കെട്ടിലേക്കാണ്. ചെറിയൊരു അണക്കെട്ടുണ്ട് ഇവിടെ. അപ്പം നമ്മൾ അങ്ങോട്ട് പോകും. ഈ നെല്ലൊക്കെ വിളഞ്ഞ് നിൽക്കുന്ന ഗൈസ്. ആ കൊയ്ത്ത് യന്ത്രം ഇവിടേക്ക് വരും. ഇത് മൾബറി അല്ലേ? ഇത് മൾബറി. അണക്കെട്ട് എത്തി ഗൈസ്. ഒരു ചെറിയ അണക്കെട്ടാ. നമ്മളിവിടെ വന്നിരിക്കും. ഇടവേളകൾ ആനന്ദകരമാക്കാൻ. ഇവരിരുന്നു. കൊതുക ലീച്ചയാ. അയ്യോ കുട്ടിയുടെ സ്റ്റെപ്പ് ഉണ്ട്. ഈ പെണ്ണ് എങ്ങോട്ട് ഇറങ്ങുന്നത്? ഇത് ഇവിടെ ഇത് ആട്ടുംകാട്ടാണോ? എന്ത് കാട്ടായാലും ഇത് നോക്കണേ. എനിക്ക് പേടിയാ. ഞാനിവിടെ വന്ന് തള്ളി വിട്ടു. നാളെ പത്രത്തില് അവിടെ ഇറങ്ങാറുണ്ട്, പിള്ളേർ ഇറങ്ങാറും കളിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ നീ പോവല്ലേ? എടീ അമ്മ വഴക്ക് പറയുന്നേ. നാണക്കേടല്ലേ ഈ വെള്ളത്തിൽ മുങ്ങി ചത്തുന്ന നാണക്കേടല്ലേ? എടി അവിടെ ചെളിയല്ലേ? അത് എടുക്കടി, ഞാൻ സ്നാപ്പ് എടുക്കട്ടെ. ഒരു കടി വെച്ചെടുക്ക് പഴത്തിൽ. എവിടെ? അന്ന് നമ്മളെ പാറക്കടവിൽ പോയിരുന്നില്ലേ? ആ പാറക്കടവ് നല്ല രസമാണ്. ഇരുന്നോ? ഞങ്ങൾ അന്ന് വെള്ളത്തിൽ പോയി. പക്ഷെ കുറച്ചുകൂടെ പ്ലാൻ ഞങ്ങൾ ഒന്നും ചെയ്ത് വെച്ച് സെറ്റാക്കി വെച്ചില്ലല്ലോ. എടി അങ്ങനെ പറഞ്ഞു മാറ്റി എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പൊ എന്റെ വീട്ടിൽ എടുക്കുന്നു. അനുമോ ഇത് സൂര്യന്റെ ബ്ലോഗാണ്. ക്യാമറ ആദ്യം ഇത് എന്നെയല്ല എടുക്കുന്നത്, ഞാൻ സൂര്യനല്ലല്ലോ. ഇത് സൂര്യന്റെ ബ്ലോഗാണ്. സൂര്യ ഇല്ലാത്തത് കൊണ്ട്, സൂര്യ വെള്ളത്തിൽ മൂത്രം ഒഴിക്കാൻ പോയത് കൊണ്ട് ഞാൻ എടുക്കുന്നു. പകരം ഇവിടെ അശ്വിനി ഉണ്ട്, ഇവിടെ ദൃശ്യമുണ്ട്. ഇനി മൂത്രം ഒഴിക്കാൻ പോയി സൂര്യനെ കച്ചില്ല. ഇനി ഞാൻ മറ്റേ കാണിച്ചാ. ആ ഞാൻ എടുത്തോ, അയച്ചതോ. എടി ഇവിടെ നല്ല രസമുണ്ട്. ഈ ഏഞ്ചൽ വർഷം വെള്ളത്തിന് മേലെ കൂടെ നടക്കും.